ഗോഡ് വാസ് എ ബാങ്കർ, ദൈവം ബാങ്കർ ആയിരുന്നെങ്കിൽ എനിക്കെന്താ വട്ടായെന്നാണോ? ഒരിക്കലല്ല കേട്ടോ. ഇഫ് ഗോഡ് വാസ് എ ബാങ്കർ എന്ന് പറയുന്നത് രവി സുബ്രഹ്മണ്യത്തിൻ്റെ ഒരു നോവലാണ്. അദ്ദേഹത്തിന് ഗോൾഡൻ ക്വിൽ റീഡേഴ്സ് ഇഫ് ഗോഡ് വാസ് എ ബാങ്കർ, ദൈവം ബാങ്കർ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലല്ല. ഇഫ് ഗോഡ് വാസ് എ ബാങ്കർ എന്ന് പറയുന്നത് രവി സുബ്രഹ്മണ്യത്തിൻ്റെ ഒരു നോവലാണ്. ഓക്കെ, അപ്പോൾ രവി സുബ്രഹ്മണ്യത്തിൻ്റെ നോവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു എടുത്തു പറയട്ടെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു താക്കോല് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഗോൾഡൻ ക്വിൽ റീഡേഴ്സ് ചോയ്സ് അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കൃതിയാണ് ഇഫ് ഗോഡ് വാസ് എ ബാങ്കർ. അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം പറയാനുള്ള ഒരു കാര്യം, അതിൻ്റെ സബ് ടൈറ്റിൽ വരിക ഇങ്ങനെയാണ്: സംടൈംസ് ദ ട്രൂത്ത് ക്യാൻ ഓൺലി ബി ടോൾഡ് ത്രൂ ഫിക്ഷൻ. ഫിക്ഷനിലൂടെ മാത്രമേ ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റുള്ളൂ എന്നാണ് രവി സുബ്രഹ്മണ്യൻ ഇതിൻ്റെ താഴെ സബ് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സബ് ടൈറ്റിൽ കണ്ട് ആകാംക്ഷ തോന്നിയിട്ട് ഞാൻ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്തു, ഇഫ് ഗോഡ് വാസ് എ ബാങ്കർ. അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിൾ എന്നോട് പറഞ്ഞത് ഇതൊരു റിയൽ സ്റ്റോറി ബേസ്ഡ് നോവലാണ്, ഒരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കി എഴുതിയ ഒരു നോവലാണ് എന്നാണ് ഗൂഗിൾ ഇതിൽ പറയുന്നത്. ഗൂഗിൾ എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ രൂപ പബ്ലിക്കേഷൻസ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 450 രൂപയാണ് വില. പിന്നെ ഇതിൻ്റെ പേജസ് എന്ന് പറയുമ്പോൾ 260 പേജസ് ഉണ്ട്. അതാണ് ഇഫ് ഗോഡ് വാസ് എ ബാങ്കറിനെ കുറിച്ച് ആദ്യം പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൻ്റെ തീർച്ചയായിട്ടും ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബാങ്കിങ് സെക്ടർ തന്നെയാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് വരിക. അപ്പോൾ ബാങ്കിങ് സെക്ടർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, എല്ലാവർക്കും അറിയാം ബാങ്കിങ് സെക്ടറിൽ മൊറലിസം അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. അവിടെ എന്താ പറയുക, കാരുണ്യത്തിനോ മനുഷ്യൻ്റെ വികാരങ്ങൾക്കോ ഒന്നും വിലയില്ലാതെ ബാങ്ക് എംപ്ലോയീസിന് പെരുമാറേണ്ടി വരും. ചിലപ്പോൾ കണ്ണീര് കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ അവരുടെ വർക്ക് പ്രഷർ, അവരുടെ ആ ഒരു ചേതോവികാരങ്ങളൊക്കെ ഏറെക്കുറെ ഇത് വായിക്കുമ്പോൾ നമുക്ക് ബാങ്ക് എംപ്ലോയീസ് എന്താണെന്ന് ഒരു ചെറിയൊരു പിക്ചർ കിട്ടും. പിന്നെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ IIM-ന്ന് പാസ് ഔട്ടായ 2 സുഹൃത്തുക്കൾ, സുഹൃത്തുക്കളെന്ന് എക്സാക്ട്ലി പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ഒരേ ബാച്ച്മേറ്റ്സ് 2 പേര് ന്യൂയോർക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിൽ ജോയിൻ ചെയ്യുകയും അവരുടെ വർക്ക് ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് അവരുടെ ഒരു സെർട്ടൻ പീരീഡ് വരെയുള്ള കഥകളാണ്. അവരെന്താണ് ചെയ്തത്, അവരെന്തിലൂടെയാണ് കടന്നുപോയത്, അവരെങ്ങനെയാണ് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്തത്. ഇതാണ് ഇഫ് ഗോഡ് വാസ് എ ബാങ്കറിൽ പറയുന്നത്. അപ്പോൾ ഇത് വായിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിലെ 2 സുഹൃത്തുക്കളെന്ന് ഞാൻ പറഞ്ഞില്ല, അവർ 2 പേരും 2 വ്യത്യസ്ത കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവർ മാത്രമാണ്. അപ്പോൾ അതിലൊരാൾ അംബിഷ്യസ് ആണ്, ഒരാൾ ഓവർ അംബിഷ്യസ് ആണ്. ഒരാൾ മോഹങ്ങളുള്ള ഒരാളാണ്, ഒരാൾ അതിമോഹമുള്ള ആളാണ്. അപ്പോൾ ഒരാൾ ഷോർട്ട് കട്ട്സിലൂടെ കുറുക്കു വഴികളിലൂടെ സക്സസ് അച്ചീവ് ചെയ്യാൻ നോക്കി, വിജയം നേടാൻ നോക്കി. ഒരാൾ ലോങ് ടേം ഹാർഡ് വർക്കിലൂടെ വിജയം നേടാൻ നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കുറുക്കു വഴികളിലൂടെ സ്വന്തമാക്കുന്ന വിജയം ഒരിക്കലും കൈപ്പിടിയിൽ ഒതുങ്ങില്ല. എപ്പോൾ വേണമെങ്കിലും തെറിച്ചു പോകാം. ഒരു ഹാർഡ് വർക്കിലൂടെ ഒരുപാട് കഷ്ടപ്പെട്ട് നേടുന്ന ഒരു വിജയം എന്നത്തേക്കുമുള്ള ഒരു പൊൻതൂവലായിട്ട് മാറിയിരിക്കും. ഒരു അത്യധ്വാനം, പരിശ്രമം എന്നൊക്കെ പറയുന്നത് വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ ചവിട്ടുപടികളാണെന്നാണ് ഇഫ് ഗോഡ് വാസ് എ ബാങ്കർ നമുക്ക് കാണിച്ചു തരുന്നത്.